രക്തസ്രാവക്കാരി സ്ത്രീയെയും കുഷ്ഠരോഗിയെയും രോഗശാന്തി നൽകി അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഒപ്പം ആന്തരിക സൗഖ്യം കൂടി അവർക്ക് നൽകി. സൗഖ്യം ശാരീരികം മാത്രമായി മാറുമ്പോൾ അത് അത്ഭുതമായി മാറണമെങ്കിൽ ഒപ്പം ആന്തരിക സൗഖ്യം കൂടി നൽകണം. അതുപോലെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ കരങ്ങളിലൂടെ ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ശരീരസ്പർശനമേറ്റ തുവാലുകളും വസ്ത്രങ്ങളും എല്ലാം അവർ രോഗികളുടെ അടുക്കൽ എത്തിച്ചു. അങ്ങനെ ഓരോ രോഗിയും സൗഖ്യം പ്രാപിക്കുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും വിട്ടുപോകുകയും ചെയ്തു. ശരിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം തന്നെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്ന വ്യക്തിയും ഈ മേഖലയിൽ നിന്നുമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണ്. ലിധിയയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവവരത്താൽ മനുഷ്യന് സൗഖ്യം നൽകുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഉദ്യോഗവുമായി മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്, ഡോക്ടർ സുനി ടോണി. ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ ഒരു റേഡിയോളജിസ്റ്റാണ്. പക്ഷേ അധികം ആളുകൾക്ക് ഈ ഒരു പ്രൊഫഷനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല, അല്ലെങ്കിൽ ഈ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഈ മേഖല, ഈ ഒരു റേഡിയോളജി എന്നൊരു മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? MBBS ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പല സബ്ജക്റ്റുകളിൽ നമ്മൾ ചെയ്യും. അതേപോലെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് റേഡിയോളജി. അതിന് 2 വിഭാഗമുണ്ട്, റേഡിയോ ഡയഗ്നോസിസും റേഡിയോ തെറാപ്പി. റേഡിയോ തെറാപ്പി ക്യാൻസർ ചികിത്സയ്ക്കാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന റേഡിയോ ഡയഗ്നോസിസ് ആണ്. അതിൽ വരുന്ന നമുക്ക് സാധാരണ മനസ്സിലാവുന്നത് അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ, MRI സ്കാൻ, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അത് റീഡ് ചെയ്യുക, അതിൻ്റെ ആ ഒരു ഫീൽഡിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസിലാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അധിക ഭാഗവും വർക്ക് ചെയ്തിരുന്നത് മുളങ്ങത്താവിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ട്രാൻസ്ഫറായി മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇനി ഡോക്ടറിൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ ഡോക്ടർ എന്താണ്, ആരാണ് എന്നൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുനി, നമ്മൾ പറഞ്ഞു. ഹസ്ബൻഡ് ഡോക്ടർ ടോണി ഇപ്പോൾ ഓർത്തോപീഡീഷ്യനായിട്ട് തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മകളാണ്, മകളുടെ പേര് റോസ്. അവൾ നിർമ്മലമാത സ്കൂളിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ജീസസ് യൂത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിരുന്നോ അന്നത്തെ? ജീസസ് യൂത്തിൽ പറയുമ്പോൾ അന്ന് MBBS പഠിക്കുന്ന സമയത്ത് കുറച്ച് പ്രെയർ ഗ്രൂപ്പിലൊക്കെ പോകുമായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്പിറേഷനിൽ അങ്ങനെ കുറച്ചൊക്കെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ഒരു ആക്റ്റീവായിട്ട് ഒത്തിരി അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. എന്നാലും പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു പ്രെയർ ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുക. ഡോക്ടറുടെ ഹസ്ബൻഡും ഡോക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹസ്ബൻഡ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കുന്നത്? ഹസ്ബൻഡ് ആരംഭിച്ചത് പ്രോ ലൈഫ് ആക്ടിവിറ്റി ആയിട്ടാണ്. അത് ആക്ച്വലി തുടങ്ങിയത് ഹസ്ബൻഡ് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു പ്രോ ലൈഫ് രംഗം വളരെ സജീവമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ക്ലാസ്, അവർ ഇടവകളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ ആദ്യം പോവുമായിരുന്നു. കാറും ഒക്കെ ആയിട്ട് അങ്ങനെ ഇവരെ കൊണ്ടുപോകാനായിട്ട്, ആ ടീമിനെ കൊണ്ടുപോകാനായിട്ട് ആദ്യമൊക്കെ പോയിരുന്നത്. പിന്നീടാണ് ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ അന്നും പഠിപ്പ് കഴിഞ്ഞ് ഇവിടെ തൃശ്ശൂർ എത്തിയിട്ടാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ക്ലാസ്സുകൾ എടുക്കാനൊക്കെ. ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു ആത്മീയ രീതിയിലേക്ക് ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു പ്രസംഗിക്കാനും അങ്ങനെയൊന്നും ഒരു കാര്യങ്ങൾക്കും ഇറങ്ങിയിട്ടുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ കാറ്റഗിസം എടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സഹനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ കുറേയും കൂടി നമ്മളൊന്ന് ധ്യാനങ്ങളും അങ്ങനെ പ്രാർത്ഥനയിലോട്ട് കൂടുതൽ വന്നു. അങ്ങനെ വന്നപ്പോൾ അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കുറച്ചും കൂടെ ക്ലിയറായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയതാണ്. ഒരു പക്ഷേ അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് ക്ലിയറായി വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ആദ്യം ഹസ്ബൻഡ് ആണ് ഫാമിലി അപ്പോസ്റ്റലിൽ പ്രോ ലൈഫ് ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരും പോയിരുന്നു. അത് കഴിഞ്ഞ് പ്രീക്കാന മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ പ്രോ ലൈഫ് ക്ലാസ്, ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാനായിട്ട് ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പോകുമ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ പുറകിലിരിക്കും, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് എടുത്ത് തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതേ ക്ലാസ്, ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ഞാനും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ എടുക്കുന്നു. അപ്പോൾ അതിപ്പോൾ ഏതാണ്ട് ഒരു 10-12 വർഷങ്ങളായിട്ട്, അങ്ങനെ 12 അല്ല അതിൽ കൂടുതലായി, 17-18 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു.
പ്രധാനമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ കടന്നു വരാൻ കാരണമായതൊരു വൈദികനാണ്, ബഹുമാനപ്പെട്ട ഒരു ജോൺസൺ അന്തിക്കാട്ടിൻ അച്ഛൻ ആണ്. അന്ന് ഫാമിലി അപ്പോസ്തലിക് ഡയറക്ടർ ആയിരുന്ന സമയത്ത് അച്ഛനാണ് ആദ്യം ടോണിയെ ക്ഷണിച്ചതും. പിന്നെ അത് കഴിഞ്ഞ് എന്നെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് അച്ഛനാണ് കാരണമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളുടെ വികാരി അച്ഛനായിട്ട് വന്നു. വികാരി അച്ഛനായി വന്ന സമയത്താണ് ആക്ച്വലി കാറ്റീസം പഠിപ്പിക്കാനായിട്ട് ആദ്യം ഹസ്ബൻഡ് എക്സ്ട്രാ അധ്യാപകനായിട്ട് ചേർന്നു. പിന്നെ എന്നെ ഫുൾ ടൈം ടീച്ചറായിട്ട് രണ്ടാമത്തെ വർഷം അച്ഛൻ ഇവിടെ വന്ന് രണ്ടാമത്തെ വർഷമായപ്പോൾ എന്നെ ഫുൾ ടൈം ടീച്ചറായിട്ട് വിളിച്ചു. ഞാനും ഡോക്ടർ സുനിയുമായിട്ടുള്ള വിവാഹം 1995 ഞങ്ങളുടെ MBBS പഠനം പൂർത്തിയായ ഉടനെയാണ് നടന്നത്. അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ വർഷം തന്നെ എൻട്രൻസ് ലഭിച്ചു. സുനി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ റേഡിയോ ഡയഗ്നോസിന് MDക്ക് ചേർന്നു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക്സ് ഡിപ്ലോമയ്ക്കും ചേർന്നു. ആ സമയത്താണ് ഞാൻ പ്രോ ലൈഫ് രംഗത്തേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ സുനി എനിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ തൃശ്ശൂരിൽ വന്ന് സെറ്റിലായി ജീവിതം ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പ്രോ ലൈഫ് രംഗത്ത് എപ്പോഴും സപ്പോർട്ടായിട്ട് സുനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രോ ലൈഫ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ. ആ സമയത്ത് സുനി പുറകിൽ വന്നിരുന്ന് കൊന്ത ചൊല്ലി എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആരംഭിച്ച ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ക്ലാസ് എടുക്കുന്ന വിധത്തിൽ വളരുകയുണ്ടായി. ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചൊരു വലിയ ദുഃഖം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 8 വർഷം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പരം താങ്ങും താണലുമായി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടറും സെയിം പ്രൊഫഷണൽ, അതിൽ ഡോക്ടറിൻ്റെ ഹസ്ബൻഡും ഡോക്ടറാണ്. രണ്ടുപേരുടെയും പ്രൊഫഷൻ ഒന്ന് തന്നെയാണ്. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷയും രണ്ടുപേരുടെയും ഈക്വൽ തന്നെയാണ്. ബേസിക്കലി ഒരു കുടുംബിനി എന്ന നിലയിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. കുട്ടിയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് രണ്ടുപേരും ഒരേ മേഖലയും ഒരു പ്രൊഫഷനും ഒന്ന് തന്നെ, ആത്മീയ കാര്യങ്ങളും ഒന്ന് തന്നെ, ഇതെങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? ഹസ്ബൻഡ് നന്നായി ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പ്രൊഫഷൻ രംഗത്തായാലും ഒപ്പം ഈ ശുശ്രൂഷ രംഗത്തേക്ക് വരാനും. ഞാൻ കുറച്ചൊന്ന് പുറകോട്ട് നിന്നാലും കുറേയും കൂടി എന്നെ ക്ലാസ്സിലേക്കൊക്കെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൂടുതൽ ഹസ്ബൻഡാണ്. പിന്നെ ഒരുമിച്ച് ക്ലാസ് എടുക്കാൻ പോകാനും ഒക്കെ സമയം. പിന്നെ ഞാൻ ആദ്യ കാലങ്ങളിൽ ചെയ്തിരുന്നത്, ടോണിയാണ് ആദ്യം ക്ലാസ് എടുത്ത് തുടങ്ങിയിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് ഈശോയ്ക്കുള്ളൊരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള പോലെ ഹസ്ബൻഡിന് സഭാപരമായി എന്ത് ഉത്തരവാദിത്തം വന്നാലും അതിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം എന്നുള്ളൊരു പ്രോമിസ് ഈശോയ്ക്ക് കൊടുത്തു. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം. പിന്നെയാണ് ഞാനും പതുക്കെ രംഗത്തേക്ക് വന്നത്. നന്നായി പ്രോത്സാഹിപ്പിക്കും ഈ ഒരു കാര്യത്തിന്. ക്ലാസ്സുകൾക്കൊക്കെ വിളിക്കുമ്പോഴും കൂടെ കൊണ്ടുപോകാനും ഒപ്പം ടോണി കുറച്ച് ടോപ്പിക്കുകൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം സെഷനിൽ തന്നെ ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ടോണി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് കുറച്ച് അപ്പം അങ്ങനെ. അപ്പം എന്നാലും നമ്മൾ ശരിക്കും നല്ലൊരു പ്രിപ്പറേഷൻ വീട്ടിൽ തന്നെ ആവശ്യമാണ്. എന്നാൽ സമയവും ഇല്ല, പ്രിപ്പറേഷനൊന്നും സമയമില്ല. ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ടാവും ഈ ബിസി ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ അതിനുള്ള. എന്നാലും ഇതൊരു മിഷനാണ് എന്നുള്ള ഒരു ചിന്തയിലുണ്ട്. അത്രയ്ക്കും ബിസിയാണ്. ഹസ്ബൻഡ് കുറേയും കൂടി ബിസിയാണ്. അപ്പോൾ ഒരുമിച്ച് സമയം കിട്ടുന്നത് പോലും ചിലപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും അതെ കുറച്ചു നേരം നമ്മൾ ഇതിന് ഒരുങ്ങി അങ്ങനെ പോകും. ഡോക്ടർ പ്രോ ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എന്തെങ്കിലും ഈ പ്രോ ലൈഫിലുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുകളോ നേരിടേണ്ടി വന്നിട്ടുണ്ട്? നമ്മൾ ഡയറക്റ്റ് പ്രോ ലൈഫ് ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ ചിലപ്പോൾ സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർക്ക് എന്താ ഒരു മോളല്ലേ ഉള്ളൂ, എന്നിട്ട് ഞങ്ങളോട് വലിയ കുടുംബങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, വലിയ കുടുംബമാണ് നല്ലതെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ പക്ഷേ അവസരം കിട്ടുകയാണെങ്കിൽ, എപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. അത് മറ്റുള്ളവർക്ക് അത് ഈ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനും ഒത്തിരി ഐ ഓപ്പണർ ആവാറുണ്ട്. ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോ ലൈഫിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചൊരു മാറ്റർ എന്ന് പറയുന്നത് പോലും ആ ഒരു അനുഭവമായിരുന്നു. ഒപ്പം ആ സമയത്ത് ഈ ഒരു മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം കിട്ടിയതും ആ ഒരു സഹനത്തിലൂടെ കടന്നുപോയ സമയത്താണ്.
അപ്പോൾ ഒരു തുറക്കാത്ത കണ്ണുകൾക്ക് വേണ്ടി ഒരു തുറന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടാക്കാനും അങ്ങനെ ആ സമയത്ത് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സുകളിലേക്കൊക്കെ കിടന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൃത്യം വചനത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ദൈവം തന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് തന്നെ, ഞങ്ങളുടെ മകളെ ലഭിക്കുന്നത് തന്നെ 8 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നീട് ഈശോയുടെ ഇഷ്ടം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അത് ആ ദൈവഹിതം അറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സമയത്തും ഞങ്ങൾക്ക് പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. കാരണം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ പോലും ഞങ്ങൾ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞാണ് റോസിനെ അനുഗ്രഹമായിട്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നത്. വേറൊരു കാര്യം, ഇപ്പോൾ ലിദിയ ഈ പറയുന്ന പ്രോ ലൈഫിൽ ആദ്യം അതിലേക്ക് ചെല്ലുന്ന സമയത്ത്, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോലും പോകുന്ന സമയത്ത് ഡോക്ടർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നില്ല. ശരിക്കും അതിൽ 2 അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ, അതിന് മേളിൽ കുഞ്ഞുങ്ങളുള്ളവരാണ് അതിൽ പങ്കാളികളായിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്തൊരു വ്യക്തിനെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതൊരു ലക്കായി അല്ലെങ്കിൽ ഒരു ലിതിയായി മാറാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിളി പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു ദൈവിക പദ്ധതിയാണ്. കാരണം ഇതിനോട് ചേർന്ന് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ കോളായിരുന്നു അത്. റോസിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് കുറേ മുമ്പ് തന്നെ ഈ ഒരു ഫീൽഡിൽ ആക്റ്റീവായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മകളുണ്ടാവുന്നത്. അത് കഴിഞ്ഞും പിന്നെയും ഞങ്ങൾക്ക് ഒരു കുഞ്ഞു തന്നെയുള്ളൂ. പിന്നെയും അപ്പം അങ്ങനെ ഈ പ്രോ ലൈഫ് കുടുംബങ്ങളിലെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ളവരോട് പറയുന്നത്, ഞങ്ങൾ വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവം തന്ന ഒരു കുഞ്ഞ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു വിവാഹശേഷം 8 വർഷത്തോളം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കുഞ്ഞിനെ ലഭിച്ചത്, അപ്പോൾ അത് ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ദൈവം അത്രയും ഗ്യാപ്പ് ഇട്ടതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ ഈ ഒരു സമയത്ത് കിട്ടിയ ബോധ്യങ്ങളും ദൈവത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാനൊക്കെ പറ്റിയത് ഈ ഒരു സമയത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു 8 വർഷത്തിലൂടെ ശരിക്കും ഞങ്ങളിങ്ങനെ ഉരുക്കി വാർത്ത് ഈശോ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അന്വേഷിച്ചതും ഈശോ ഞങ്ങളെ വാർത്തെടുത്തതും ഈ ഒരു സമയത്താണ്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഫേസാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പിന്നെയുള്ള ഇതുകളിൽ ഓരോന്നിലും വിളിക്കുമ്പോഴും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റിയത് ഈ ഒരു സമയത്ത്. ആ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് വേദനകൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഈശോ തന്നിരുന്നൊരു സമാശ്വാസം, ആ ഒരു പ്രത്യാശ, ആ ഒരു ഇതിൽ ആണ് ഈ ഒരു ശുശ്രൂഷ രംഗത്തേക്ക് വരാനും അതിൽ പിടിച്ചു നിൽക്കാനും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. തുല്യം അങ്ങേ പോലെ യേശുവേ, തുല്യം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഒരു പക്ഷേ നമ്മൾ സ്കാനിങ്ങിൻ്റെ ഇടയിലൊക്കെ കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടെന്നൊക്കെ കണ്ടെത്തി. അത് അബോർഷനിലേക്ക് പോകാനുള്ള സാധ്യത അധികമാണെന്നും അവരോട് പറയുന്നത് എപ്പോഴും ജീവൻ്റെ വില അറിഞ്ഞ് ജീവനെ സംരക്ഷിക്കാതെ നിങ്ങളുടെ ജീവനെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയും കൂടിയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണക്കാരനല്ല, ഒരു ഒട്ടുമിക്ക ആളുകളും തന്നെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ മേഖല ഒരു ശാസ്ത്രവുമായി കണക്റ്റഡാണ്. പക്ഷേ ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ഇത് രണ്ടുമായിട്ട് ഒരു തരത്തിലും രണ്ട് മേഖലയാണ്. ഒരു തരത്തിലും നമുക്കതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡോക്ടർ അത് 2 കാര്യങ്ങളും വളരെ കൂളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണത് സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ ഒപ്പം വരേണ്ട ഒന്ന് തന്നെയാണ് ആത്മീയത. കാരണം നമ്മൾ ശാസ്ത്രത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ എന്ന നിലയിൽ കണ്ടുമുട്ടുന്ന പേഷ്യൻസിന് രോഗാവസ്ഥയാണ് ശരിക്കും എല്ലാവരും നിസ്സഹായരായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നവർ. തീർത്തും നിസ്സഹായരായിട്ടാണ് വരിക. അവരുടെ ആത്മീയത അവരന്വേഷിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആ ആത്മീയത അവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്വീകാര്യമാകുന്ന സമയമാണ് യഥാർത്ഥത്തിൽ അത്. പിന്നെ നമുക്കറിയാം, എന്നും ശാസ്ത്രം ഒന്നിനും പൂർണ്ണമായ ഉത്തരം ഇതുവരെയും തന്നിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ എവിടെയൊക്കെ അപൂർണതകളുണ്ടോ അതിനെയൊക്കെ പൂർണ്ണമാക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്.
ഡോക്ടർ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു റേഡിയോളജി എന്താണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എനിക്കിപ്പം മനസ്സിലാക്കിയിടത്തോളം രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ മാപ്പിംഗ് തന്നെയാണ് ഈ റേഡിയോളജി എന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും ഒരു രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തത്തെക്കാൾ ഒരുപാട് മേലെയാണ് രോഗനിർണയം നടത്തുന്ന ഒരു ഡോക്ടറുടെ പദവി എന്ന് തോന്നുന്നു. അപ്പോൾ അത് എന്താണ്, അതിനോട് ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്? ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ട്രീറ്റ്മെൻറ്റ് രോഗികളായിട്ട് നമുക്കും അൾട്രാസൗണ്ടൊക്കെ ചെയ്യുമ്പോഴും നമ്മളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ബാക്കി സ്കാനിങ് ഇതുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കാം ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾക്കും അതുപോലെ തന്നെ പെത്തോളജി അതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ റിപ്പോർട്ട്, പെത്തോളജി കിട്ടുന്ന റിപ്പോർട്ട് അതുപോലെ ഞങ്ങളുടെ റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഒത്തിരി ചികിത്സേന ചെയ്യുന്നതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് സ്കാനിൻ്റെ ഒക്കെ ഒരു മേഖലയിൽ ഞാൻ ചോദിച്ചപ്പോൾ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രോ ലൈഫ് രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന അൾട്രാസൗണ്ടൊക്കെ ചെയ്യാൻ വരുന്ന ഗർഭിണികൾക്ക് ഒരു പക്ഷേ നമ്മൾ സ്കാനിങ്ങിൻ്റെ ഇടയിലൊക്കെ കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടെന്നൊക്കെ കണ്ടെത്തി, ഒരു പക്ഷേ ഓൾറെഡി കണ്ടെത്തിയിട്ട് നമ്മുടെ അടുത്ത് രണ്ടാമതൊരു സ്കാനിന് വന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടെത്തുന്നതായിരിക്കാം. രണ്ടായാലും അത് അബോർഷനിലേക്ക് പോകാനുള്ള സാധ്യത അധികമാണെന്ന് നമുക്ക് അറിയാം. അപ്പം നല്ല തിരക്കൊക്കെ ആയിരിക്കുമെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഇവരോടൊന്ന് പറയാൻ ശ്രമിക്കും. പലർക്കും ഇത് ആദ്യത്തെ അറിവായിരിക്കും. പലരും അതങ്ങനെ തെറ്റാവണേ, അങ്ങനത്തെ ഒരു ഇതുള്ള കുട്ടീനെ നിയമം അനുവദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഒരു പരിധിവരെ ആ മെസ്സേജെങ്കിലും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ എന്തുണ്ടാവുന്നു എന്നുള്ളത് കൃത്യം നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒരു കേസ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരു കപ്പിള് അവർ പുറമേ സ്കാൻ ചെയ്തിട്ട് വൈകല്യമുണ്ട് എന്നറിഞ്ഞു. ആ ഗൈനക്കോളജിസ്റ്റ് ഒരു പ്രോ ലൈഫ് ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ആ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്തേക്ക് രണ്ടാമതൊന്നും കൂടെ നോക്ക്, ഒപ്പം ഇതിൻ്റെ ഈ മെസ്സേജ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞിങ്ങനെ റെഫർ ചെയ്തു. അപ്പോൾ അവർ വന്നു. അവരാണെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ്, ബിടെക് കഴിഞ്ഞത് 2 പേരും. അവർക്ക് ഓൾറെഡി അബോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്ത് കിട്ടിയൊരു കുഞ്ഞ്. ആ കുഞ്ഞിനാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇതാണ് നമുക്ക് നമ്മൾ സാധാരണ കാണുന്ന ഈ മന്ദബുദ്ധികളായ കുട്ടികളുടെ. അപ്പോൾ അതാണെന്ന് മുമ്പത്തെ സ്കാനും പിന്നെ എന്തോ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഇത് ചെയ്യാൻ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ സ്കാനിൽ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ കണ്ടാലും ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അതേ വൈകല്യം ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത് ആദ്യം പറഞ്ഞു. ഒപ്പം ഈ ജീവൻ്റെ വില അവർക്കും അറിയാം, കാരണം അവർ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. പറഞ്ഞാൽ അങ്ങനെ ഒരു കുഞ്ഞിനെ ഈശോ തരുമ്പോൾ ഒരിക്കലും അത് അപ്പം അങ്ങനെ അവർ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രശ്നമുണ്ട്. 2 പേരുടെയും പാരൻസ് അബോർഷനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് കുറേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ആ സമയത്ത് സാധിച്ചു. ഡോക്ടറിൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി കുറച്ച് ആത്മീയതയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു ടീച്ചറിൻ്റെ പദവി ഞായറാഴ്ച ദിവസങ്ങളിൽ അലങ്കരിക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗിസം ടീച്ചർ ജസ്റ്റ് പോയി കാറ്റഗിസം പഠിപ്പിച്ച് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ ഒരു കാറ്റഗിസം ടീച്ചറിൻ്റെ റോളിൽ നിന്നുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസിൽ ടീച്ചർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി അവാർഡുകളും അതിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണ് ടീച്ചറിൻ്റെതായ, ഇനിയിപ്പോൾ ടീച്ചറെന്ന് വിളിക്കാം, കാരണം ഇത്രയും നേരം ഡോക്ടറിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചു. ഇനി ഒരു ടീച്ചർ, ഒരു കാറ്റഗിസം അധ്യാപിക എന്ന നിലയിൽ ഒരു ഡോക്ടർ ഒരു അധ്യാപികയായി ഒരു ഞായറാഴ്ച മാറുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു റെസ്പോൺസും ടീച്ചർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 11 വർഷമൊക്കെ ആയി കാറ്റഗിസം പഠിപ്പിച്ചു. ഞങ്ങൾക്ക് വളരെ നല്ലൊരു അധ്യാപക ടീം ഇവിടെ ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ അടുത്തായാലും വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നതോറും നമുക്ക് എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അവരുടെ ഈശോയിലേക്ക് ഗൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഈശോ ഇങ്ങനെ ബോധ്യങ്ങൾ തരും. അന്നത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ വന്ന് എന്നോട് ഷെയർ ചെയ്യും, അന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞ കാര്യം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങനെ ആ കുട്ടികളുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട് നല്ലൊരു രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ യൂത്തുമായിട്ടൊക്കെ ഒരുവിധം നമുക്ക് ആ പരിചയപ്പെടാനും അവരുമായിട്ടുള്ളൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ഷെയർ ചെയ്യും. ഇപ്പോഴും പണ്ട് പഠിപ്പിച്ച കുട്ടികളടക്കം വന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു സൺഡേ സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പം മറ്റ് ടീച്ചേഴ്സിൻ്റെ അത്ര ഒരു ഇൻട്രാക്ഷൻ അവരുമായിട്ട് വരുന്നില്ല, കാരണം ആഴ്ചയിൽ ഒരു ദിവസം സമയം വളരെ കുറവേ അവരുടെ കൂടെ ഉള്ളൂ. എങ്കിൽ പോലും നല്ലൊരു റാപ്പ്, വളരെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മെസ്സേജുകളായിരിക്കാം ചിലപ്പോൾ അവരെ പഠിപ്പിക്കുന്നതിന് കാരണം. അവാർഡുകളൊക്കെ അവാർഡ് അതായത് ഞങ്ങളുടെ ടീച്ചേഴ്സിന് നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്. ആ എക്സാം അതായത് നമ്മളൊരു സിലബസ് തന്നിട്ട് അത് ടീച്ചേഴ്സും അപ്ഡേറ്റഡ് ആവണം,
കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ആനുകാലിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുള്ളത് കൊണ്ട് രൂപത ഒരുക്കുന്ന ഒരു പരീക്ഷ ഇതാണ്. അപ്പോൾ അതിനൊരു സിലബസ് തരും, അതിനൊരു പരീക്ഷ, അങ്ങനെ അതൊരു ഇടവക തല പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞ് രൂപത തലത്തിൽ എക്സാം നടത്തും. അപ്പോൾ ആ രൂപത തലത്തിലെ എക്സാമിൽ ഇങ്ങനെ റാങ്കുകൾ കിട്ടാറുണ്ട്. ഫസ്റ്റ് റാങ്ക് ഒക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം അടുപ്പിച്ച് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പ്രോ ലൈഫിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡും ഡോക്ടറോട് ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇനി ലോഫിലും ഇതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, എപ്പോഴാണ് ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നത്, ഒന്ന് പറയാമോ? ലോഫ് ശരിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെയാണ്, നമ്മുടെ വ്രതങ്ങളെടുത്തുള്ള ഒരു വ്രതജീവിതം തന്നെയാണ്. അപ്പം അതിൻ്റെ റെഗുലറായിട്ടുള്ള മീറ്റിങ്സിൽ നമ്മൾ എന്തായാലും പങ്കെടുക്കണം. അപ്പം അതിൽ പക്ഷേ നമുക്ക് അതിലുള്ളൊരു സ്പിരിച്വൽ സെഷൻ എന്ന് പറഞ്ഞൊരു മാസധ്യാനം വൈദികർക്കൊക്കെ ഉള്ളതിന് സമാനമായിട്ട്. അപ്പം അതിലൊരു കുറച്ച് നേരമേ ഉള്ളൂ, എല്ലാ മാസവും 2-ാം ശനിയാഴ്ച 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് കുർബാന, ആരാധന, കുമ്പസാരം, അങ്ങനെ ഒരു ആത്മീയ മേഖല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിൽ നമ്മുടെ ഇനിയൊരു മാസം പിടിച്ചു നിൽക്കാനുള്ള റീഫ്യൂവലിംഗ് നടക്കുന്ന സമയം എന്ന് ഞാൻ പറയും, ശരിക്കും കൃത്യമായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു ക്രമം വരാനായിട്ട് ഇതേറെ സഹായിച്ചിട്ടുണ്ട് ഈ ലോഫിൽ. പിന്നെ ഈ പറഞ്ഞ സഭയുടെ പഠനങ്ങൾ നമുക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ അത് പഠിക്കാനായിട്ട് 4ാമത്തെ ഞായറാഴ്ച മാറ്റി വയ്ക്കുന്നുണ്ട്, അക്കാഡമിക് സെഷൻ എന്ന് പറഞ്ഞ്. അതിൽ ഈ മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങൾ, കാറ്റീസം ഓഫ് കാത്തലിക് ചർച്ച്, അങ്ങനെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളെടുത്താണ് കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പം അതും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരുപാട് നമുക്ക് നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് പോലെ സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഡോക്ടറുടെ പ്രൊഫഷനും ആത്മീയ ശുശ്രൂഷയും രണ്ട് മേഖലയായിട്ടല്ല കൊണ്ടുപോകുന്നതെന്നാണ്. കാരണം ഡോക്ടറിൻ്റെ പ്രൊഫഷനിലുള്ള ഓരോ കാര്യങ്ങളും ആത്മീയ ശുശ്രൂഷ തന്നെയായിട്ടാണ് ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന് മുന്നോട്ട് നയിക്കുക. കാരണം പ്രോ ലൈഫിലാണെങ്കിലും ലോഫിലാണെങ്കിലും ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ അബോർഷൻ പാടില്ല, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടറുടെ പ്രൊഫഷനിൽ ഡോക്ടർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും അൾട്രാസൗണ്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ്. അവരിങ്ങനെ ഒരുപാട് പേര് വേണ്ട എന്ന് വെച്ചിട്ട് വരാനുള്ള അവരെയൊക്കെ പിന്തിരിയിപ്പിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ ആത്മീയതയിൽ അല്ലെങ്കിൽ മുന്നേ പോയ പോലെ, ഇല്ലെങ്കിൽ അന്ന് കുഞ്ഞുണ്ടായി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുണ്ടായി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും ഒരു പ്രാക്ടിക്കലായിട്ട് പ്രാർത്ഥനയിലേക്ക് എത്തത്തില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും ഡോക്ടറുടെ പ്രൊഫഷനിൽ തന്നെ ഒരു ആത്മീയ ശുശ്രൂഷ കണ്ടെത്തുവാനും ഒക്കെ സാധിച്ചു. അത് ഒരു ലിതിയായി മാറിയതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒന്ന് ഞാൻ പറഞ്ഞ വിവാഹമൊരുക്ക കോഴ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും അവരോട് പറയുന്നത് എപ്പോഴും ജീവൻ്റെ വില അറിഞ്ഞ് ജീവനെ സംരക്ഷിക്കാതെ നിങ്ങളുടെ ജീവനെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയും കൂടിയാണ്. പിന്നൊരു മേഖലയുള്ളത് സ്കാനിൻ്റെ മേഖലയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഈ ഏർലി പ്രഗ്നൻസി ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഹാർട്ട് ബീറ്റ് കണ്ടില്ല, അതല്ലെങ്കിൽ ഇതുപോലെ വല്ല അനോമലി പ്രശ്നമുണ്ട്, അബോർഷൻ ചെയ്യാൻ ഡോക്ടർമാർ അഡ്വൈസ് കിട്ടിയ കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ വല്ല കേസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ മേഖലയാണെന്ന് അറിയുന്നത് കൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരായിരിക്കാം, അല്ലെങ്കിൽ വല്ല സിസ്റ്റേഴ്സ്, അങ്ങനെ ഉള്ളൊരു എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോഴും ഇത് കൃത്യമായിട്ട് മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഡോക്ടർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളെങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ജീവിതകാലം മുഴുവനും ഈ ഒരു കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല, അങ്ങനെ എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് ഈശോയ്ക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈശോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നുള്ളത് 100% ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്ത് വിടുക ചെയ്യും. ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ നേടിയ കുഞ്ഞുങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അബോർഷനിൽ മരിച്ചു പോകാമായിരുന്ന കുഞ്ഞുങ്ങളെ എത്രയോ മക്കളെ ഈ ലോകത്തിലേക്ക് എത്തിക്കാൻ ഈശോ കാരണമായിട്ടുണ്ട്. ഡോക്ടർ എന്ന ഒരു പ്രൊഫഷനിൽ കാണുന്ന ഒരു ആത്മീയതയും അതുപോലെ തന്നെ ഡോക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ശുശ്രൂഷയിലുള്ള ആത്മീയതയും ഇവ രണ്ടും കോർത്തിണക്കി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലിതിയായുടെ ഓരോ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് പുതിയൊരു ലിതിയായെ വാർത്തെടുക്കുവാനായിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാം. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സഹനത്തിൻ്റെ അനുഭവമാണ് ഞങ്ങളെ ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന രീതിയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഞങ്ങളെ ഉയർത്തിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, സഹനത്തിൻ്റെ രൂപത്തിലൊക്കെ വരുമ്പോൾ അതിന് പിന്നിലെ ദൈവിക പദ്ധതി എന്താണെന്ന് അന്വേഷിക്കുക. അത് ഒരു ഒളിച്ചോടാനോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിയാനോ ഉള്ള അവസരമായി കാണാതെ ഇവിടെ ഈശോയ്ക്ക് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന് അന്വേഷിച്ച് ഈശോയുടെ ദൈവഹിതം കണ്ടെത്തി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ആ സഹനം രക്ഷാകരമായി തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഇത്രയും സമയം ഏറ്റവും വിലപ്പെട്ട സമയം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും പുതിയൊരു ലിതിയായി വാർത്തെടുക്കുവാൻ വേണ്ട മെസ്സേജ് പകർന്നു നൽകുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ദൈവിക ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോകുന്ന മറ്റൊരു ലിതിയായുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.